ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗിരീസ് വെറൈറ്റി വ്ളോഗിലേക്ക് സ്വാഗതം. എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനും സുഖമായിരിക്കുന്നു. ഞാനിന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ബ്യൂട്ടി ടിപ്സ് തന്നെയാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഈ കറുത്ത പാടുകളും അതുപോലെ മൂക്കിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നമുക്ക് നിശേഷം മാറ്റാവുന്നതാണ്. നമ്മുടെ നാച്ചുറൽ ടിപ്സുകളിൽ കൂടി തന്നെ നമുക്കിത് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ചെറുപ്പക്കാരിൽ മാത്രമല്ല, പ്രായമുള്ളവരിലും ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരിലും ഇതിപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് നാച്ചുറലായിട്ടുള്ള റെമഡിയിൽ കൂടി ഇത് മാറ്റാവുന്നതാണ്. ഇത് കുറച്ച് ദിവസം നമ്മൾ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുമ്പായിട്ട് എൻ്റെ കൂട്ടുകാരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇന്നും ചെയ്യുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഈ ടിപ്സുകൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മളൊന്ന് മുഖം നന്നായിട്ട് കഴുകി അഴുക്കൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തണം. അതിനായിട്ട് നമ്മൾ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകണം. ഇപ്പം ഫേസ് വാഷ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങളിത് നന്നായിട്ട് നമ്മുടെ മുഖം ഒന്ന് അഴുക്കൊന്നുമില്ലാതെ, നമ്മുടെ മേക്കപ്പ് ഒന്നും ഇല്ലാതെ നമ്മൾ ക്ലീൻ ആക്കണം. എന്നിട്ടേ നമ്മളിത് തുടങ്ങാവുള്ളൂ. ഇപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് ഈ ഫേസ് വാഷ് വെച്ചാണ്. പപ്പായയുടെ ബയോട്ടിക്കിൻ്റെ ഒരു ഫേസ് വാഷാണ്, ആയുർവേദിക്. അപ്പം അത് വെച്ചാണ് ഞാൻ ഇന്ന് മുഖം കഴുകിയിട്ട് വരാം. അപ്പം ഇത് നമ്മൾ ഒരു കുറച്ചെടുത്താൽ മതി. ഇതെടുത്ത് നമ്മൾ മുഖത്തൊന്ന് തേച്ച്, കാരണം നമ്മുടെ മുഖത്ത് മേക്കപ്പുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് മാറ്റാവുന്നതാണ്. എണ്ണമയോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയതിന് ശേഷം വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം ഞാൻ മുഖം നന്നായിട്ട് കഴുകിയിട്ട് വരാം. ഇപ്പോൾ ഫേസ് വാഷ് വെച്ച് മുഖം നന്നായിട്ട് കഴുകി ഇനി മുഖത്തേക്ക് ഇച്ചിരി ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓയിലെന്ന് പറയുമ്പോൾ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ പാരച്യൂട്ടിൻ്റെ ഓയിലുണ്ടല്ലോ, അതാണെങ്കിലും നമുക്ക് പുരട്ടാവുന്നതാണ്. ബദാം ഓയിൽ വളരെ നല്ലതാണ്, ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം. അത് നമുക്ക് മൂക്കിൻ്റെ രണ്ട് സൈഡിലും അതുപോലെ നെറ്റിയിലും അങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം ഇതൊന്ന് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. മുഖം ഡ്രൈ ആയിട്ടിരിക്കുവാണെങ്കിൽ ഒന്നും ഓയിലി വെച്ച് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആകും. അതുപോലെ തന്നെ നമുക്ക് ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ എടുക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് തൂത്ത് ഒരു ചെറിയ മസാജ് ചെയ്യുവാണ്. അപ്പം നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്ന് ആവി പിടിക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ആവി പിടിക്കാം. ഞാനൊരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഒരു ടർക്കി വെച്ച് നമുക്ക് ആവി പിടിക്കാവുന്നതാണ്. ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റീമർ ഉണ്ടെങ്കിൽ അത് വെച്ചും നമുക്ക് നേരിട്ട് ആവി പിടിക്കാം. ഇപ്പോൾ ഈ ടർക്കി ഞാൻ വെള്ളത്തിൽ മുക്കി നന്നായിട്ടൊന്ന് മുഖത്തിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ചൂട് കൂടാൻ പാടില്ല, നമുക്ക് പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൂടിങ്ങനെ മുഖത്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് ഉള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകും. അപ്പോൾ നമുക്കിത് കളയാനായിട്ട് എളുപ്പമാണ്. ഞാനൊരു 2-3 വട്ടം ഈ ചൂടിങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ നെറ്റിയിലും അതുപോലെ മൂക്കിൻ്റെ സൈഡിലുമെല്ലാം നന്നായിട്ടൊന്ന് ചൂട് കൊടുക്കണം. പിന്നെ ചുണ്ടിൻ്റെ താഴെയും നമുക്കിങ്ങനെ ഇത് വരാം. പക്ഷേ അത് നമുക്ക് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ചൂടാണ് പിടിക്കേണ്ടത്. ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ പോർട്സൊക്കെ ഓപ്പൺ ആവുകയും പിന്നെ നമ്മൾ ഒരു സ്ക്രബ് ഇട്ട് അല്ലെങ്കിൽ പാക്ക് ഇട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് അബ്സോർബ് ആവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നിങ്ങളും ചെറിയ ചൂട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ചൂട് പിടിച്ച് കഴിഞ്ഞു. മുഖത്തിന് നമ്മുടെ മുഖമൊക്കെ അങ്ങ് ചുമന്നു, നന്നായിട്ട് ചൂട് ചെന്നിട്ടുണ്ട്. കണ്ടോ, നല്ല
നന്നായിട്ട് ചൂട് പിടിച്ചു. ഇനിയിപ്പം നമുക്ക് ചെയ്യാൻ പോകുന്നത്, ഞാൻ സ്ക്രബ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു പാത്രത്തിലേക്ക് ഞാനൊരു അരമുറി നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു കുറച്ച് നാരങ്ങാനീരാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ നാരങ്ങാനീര് നേരിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നേ ഉള്ളൂ. നമുക്ക് ഏതെങ്കിലും ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി തരിയുള്ള പഞ്ചസാരയാണ് എടുക്കുന്നത്. നമുക്ക് ഒരുപാട് തരിയാവരുത്, എങ്കിലും നമുക്ക് തീരെ പൊടിയുമാകാൻ പാടില്ല. ഇത് നമ്മൾ കലക്കി വെച്ചിട്ട് കുറേ കഴിഞ്ഞിട്ട് ചെയ്യാനായിട്ട് വരരുത്. നമ്മൾ എപ്പോൾ ചെയ്യാനാണോ പോകുന്നത് ആ സമയത്ത് തന്നെ ഇത് ഉണ്ടാക്കാവുള്ളൂ, ഇല്ലെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് അലിഞ്ഞു പോകും. ഇനി ഇപ്പോൾ എടുക്കുന്നത് തേനാണ്. തേന് നമ്മുടെ മുഖത്തിന് നല്ല ഗുണം ചെയ്യുന്നതാണ്. നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സിനെയൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ നല്ല ഗ്ലോ തരാനും ഒക്കെ തേൻ നല്ലതാണ്. അപ്പോൾ 1 സ്പൂൺ തേനും ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നീട് ലാസ്റ്റ് നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഓട്സാണ്. ഓട്സ് പൊടിച്ചതാണ്. ചെറിയ തരിയോടുകൂടിയാണ് ഓട്സ് ഞാൻ പൊടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മുട്ടാനുമുൾട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്കതും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് രണ്ടും നമുക്ക് നല്ലത് തന്നെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഓട്സ് കുറച്ച് പൊടിച്ചതാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ മുഖത്ത് തേച്ച് പിടിപ്പിക്കണം. ഇത് നല്ല സാവധാനം നമ്മളിത് തേച്ച് കുറച്ച് നേരം ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മൂക്കിൻ്റെ ഇരുവശങ്ങളിലും അതുപോലെ തന്നെ നെറ്റിയിലും നമ്മുടെ ചുണ്ടിൻ്റെ താഴെയുമെല്ലാം നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. മുഖം മുഴുവൻ അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മുഖത്ത് ചെറിയ പിമ്പിൾസൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം നമ്മളൊന്ന് ചെറുതായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ആ ഒരിത് പുറത്തോട്ട് വരും. അങ്ങനെ നമ്മുടെ മുഖം നല്ല സോഫ്റ്റും ക്ലീനും ആകും. ഇത് നമ്മൾ സാവധാനം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് സോഫ്റ്റായിട്ട്, ഒരുപാട് ഇങ്ങനെ വലിച്ച് പിടിച്ച് നമ്മൾ ഉരയ്ക്കരുത്. വളരെ സോഫ്റ്റായിട്ട് മുഖം ഒന്ന് ഉരച്ചു കൊടുക്കണം. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ള പിമ്പിൾസ് പോവുകയും അതുപോലെ ഇനി പുതുതായിട്ട് വരുത്തുമില്ല. ഇപ്പോൾ മുഖം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ആ മൂക്കിൻ്റെ വശങ്ങളിലും മൂക്കിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ നമ്മുടെ കവിളുകളിലാണെങ്കിലും ഒക്കെ ഒന്ന് ഉരച്ചു കൊടുക്കണം. ഇതിങ്ങനെ തന്നെ സർക്കുലർ മോഷനിൽ നമ്മൾ റൗണ്ടായിട്ട് ഉരച്ചു കൊടുക്കണം. താടിയുടെ ഭാഗത്തും അതുപോലെ നെറ്റിയിലുമൊക്കെ ഒന്ന് നമ്മൾ ചെയ്തു കൊടുക്കണം. ഇപ്പോൾ മുഖം നന്നായിട്ട് കഴുകി ഞാൻ ഒരു ടർക്കി വെച്ച് ആ വെള്ളമെല്ലാം ഒന്ന് ഉപ്പുകയാണ്. നമ്മുടെ മുഖത്തെ ആ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. നമ്മൾ അങ്ങനത്തെ സ്ക്രബാണ് ചെയ്തിരിക്കുന്നത്. ഇത് നോക്കിയേ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ എൻ്റെ മുഖത്ത് ആ മൂക്കിൻ്റെ സൈഡുകളിലൊന്നും ആ കറുത്ത പാടോ ഒന്നും കാണുന്നില്ല. പിന്നെ എൻ്റെ മുഖത്ത് അധികം ഇതിപ്പോൾ ഇല്ല, കാരണം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ നമുക്കിങ്ങനെ തൊടുമ്പോൾ ചെറിയ തരിതരിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ പാർലറിലാണ് പോകുന്നതെങ്കിൽ അതിന് ടൂൾസ് ഉണ്ട് അത് ചെയ്യാനായിട്ടുള്ളത്. അവർ അത് വെച്ചിങ്ങനെ അമർത്തിയെടുക്കും. പക്ഷേ ഇപ്പം നമ്മൾ വീട്ടിൽ ഇതൊന്നും മേടിച്ച് വെച്ചിട്ടില്ലെങ്കിൽ പോലും ആരും വിഷമിക്കേണ്ട. നമ്മുടെ സ്ലൈഡ് ഉണ്ടല്ലോ, നമ്മൾ ഈ തലയിൽ കുത്തുന്നത്, ആ പൂവൊക്കെ വെക്കുന്ന ടൈപ്പ്, ആ സ്ലൈഡിൻ്റെ ആ ഭാഗം കണ്ടോ, അത് നമ്മൾ ആ പാർലർ ചെയ്യുന്ന ആ ടൂൾസിൻ്റെ ആ ഒരു ഹോളുണ്ട്, അതിൽ കൂടി ഇങ്ങനെ അമർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഒരു മോയ്സ്ചറൈസർ പുരട്ടണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇച്ചിരി എണ്ണയാണെങ്കിൽ പോലും ഒന്ന് പുരട്ടി കൊടുക്കണം. ഇത് ഇങ്ങനെയൊന്ന് ആദ്യം പുരട്ടിയതിന് ശേഷം നമുക്ക് ഈ സ്ലൈഡ് വെച്ച് നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ഇങ്ങനെ ചെറിയ തൊടുമ്പോൾ തരിതരിപ്പ് പോലെയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചൊന്ന് അമർത്തി കൊടുത്താൽ മതി. ഒരുപാട് ശക്തിയിൽ ചെയ്യണ്ട. ആ ഭാഗം വെച്ച് ഇതിങ്ങനെയൊന്ന് അമർത്തി ഒന്ന് കൊടുക്കുമ്പോഴത്തേനും അതിനകത്ത് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോന്നോളൂ. ഇങ്ങനെയൊന്ന് ഉരച്ചു കൊടുക്കുക. ഇത് മൂക്കിൻ്റെ സൈഡിലാണെങ്കിലും നമ്മുടെ ചുണ്ടിന് താഴെയാണെങ്കിലുമൊക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇതിങ്ങനെയൊന്ന് നമ്മൾ
ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ചെയ്യാവുള്ളൂ. ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങ് മാറിക്കോളും. ഇങ്ങനെയൊന്ന് ഓടിച്ച് ചെയ്താൽ മതി. വളരെ സോഫ്റ്റായിട്ട് നമ്മൾ അങ്ങനെ ബലം ഒരുപാട് കൊടുത്ത് ചെയ്യരുത്. ഇതും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ടിപ്പ് പറയാം. നൂലാണ്. നൂല് ഒരു കുറച്ച് നീളത്തിലെടുത്തിട്ട് അതൊരു 4 മടക്കായിട്ട് എടുക്കണം. നൂലൊക്കെ നമ്മളുടെ വീടുകളിൽ സാധാരണ കാണുന്നതാണല്ലോ. ഇങ്ങനെ 4ആയിട്ട് എടുത്തിട്ട് നമുക്ക് അതും ഇങ്ങനെ മേളിലോട്ടും താഴോട്ടുമായിട്ട് വളരെ സാവധാനം, ഒരുപാട് ബലം ഒന്നും കൊടുക്കരുത്. കാരണം നമ്മുടെ മുഖം ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുവാണ്. ആവിയെല്ലാം കൊണ്ട് പിന്നെ ഈ പാക്കും ഒക്കെ സ്ക്രബും എല്ലാം ചെയ്ത് നന്നായിട്ട് ഇതായിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്മൾ വളരെ സാവധാനം സമയമെടുത്ത് തന്നെ ചെയ്യണം. ഇത് ഇങ്ങനെ ആ മേളിലോട്ടും താഴോട്ടുമായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കണം കേട്ടോ. ഇത് ചെയ്യാൻ പാടൊന്നുമില്ല, എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. നമ്മൾ മുകളിൽ നിന്ന് ചെയ്തിട്ട് പിന്നെ മുകളിൽ നിന്ന് താഴോട്ട് ചെയ്യുക, അത് കഴിഞ്ഞ് താഴെ നിന്ന് മുകളിലോട്ട് ചെയ്യുക. ഐസ് ക്യൂബ്, ഇത് ഐസ് ക്യൂബാണ്. ഈ ഐസ് ക്യൂബ് നമ്മൾ നേരിട്ട് മുഖത്തേക്ക് ഇങ്ങനെ പറ്റാൻ പാടില്ല. അപ്പം നമ്മൾ ഇതെന്ന് വെച്ചാൽ ഒരു സോക്സ് മാതിരി ഒരു ഇതിനകത്തിട്ടിട്ട് അല്ല രതീഷിനെ എനിക്ക് വേറെ കാര്യം അവർക്ക് ലീഗൽ ഇതുണ്ട്. അതായത് നമ്മൾ ജോലി സംബന്ധമായി പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ഇത് ബൈലോയിൽ പറഞ്ഞിട്ടുണ്ട്, പരിഗണന ഉണ്ട്. പക്ഷേ വേറെ ഇവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പരിഗണന ഇല്ല. പുള്ളി അറ്റൻഡ് ചെയ്യാൻ ഇവിടെ നിൽക്കാം. പുള്ളി മോനോടെ അവിടെ പോയി നിന്നിട്ട് ഇവിടെ സംഘടനകത്തും വേണമെന്ന് പറയുന്നത് നടപടിയല്ല. അത് വേണമെങ്കിൽ ചോദ്യം ചെയ്യാവുന്നതാണ്. അതൊക്കെ പിന്നെ നിങ്ങൾ അല്ല ഇതെങ്ങനെ എഴുതി തന്നിട്ടില്ല അല്ലേ? ഈ നമുക്ക് ഇങ്ങനെ നല്ല തണുപ്പാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഇത് ചെയ്ത് നോക്കണം. നമ്മൾ ആ പാക്കറ്റ് മുഖത്തെ ആ കുത്തുകളും പാടുകളും എല്ലാം മാറിയിട്ടുണ്ട്. പിന്നെ ഞാനിതിടയ്ക്ക് ചെയ്യുന്നതാണ്, അതുകൊണ്ട് അധികം എനിക്കില്ല. ചിലരുടെ നോക്കുമ്പോൾ നിറച്ച് ഇങ്ങനെ കറുത്ത പാടുകളും കറുത്ത കുത്തുകളും അതുപോലെ വൈറ്റ് കളറിലുള്ളതും ഒക്കെ ഇങ്ങനെ കാണാറുണ്ട്. ഈ ഭാഗത്തും ഇവിടെ 2 സൈഡിലും അല്ലെങ്കിൽ നമ്മുടെ നെറ്റിയുടെ ഭാഗത്തൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ളവർ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കണം. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ കൂട്ടുകാരെല്ലാം എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം. പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി വരാം. Bye.